നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരാവേശത്തിന് നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് ചാടി ഇറങ്ങിയവർ ജയിലിൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നു. അഴിക്കുള്ളിലായവരെ തിരിഞ്ഞു നോക്കാതെ നേതാക്കന്മാർ തടിതപ്പി. പറഞ്ഞു വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM-കാരുടെ കാര്യമാണ്. കളി കാര്യമായെന്ന് ഇപ്പോഴാണ് കമ്മിക്കൂട്ടത്തിന് ബോധ്യപ്പെട്ടത്. എല്ലാം വീണമോൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് സമാധാനിക്കുക. ED ആക്രമണത്തിന് മുഷ്ടി ചുരുട്ടി ആഹ്വാനം കൊടുത്ത വീണമോളുടെ അച്ഛനോ ഭർത്താവിനെതിരെയോ കേസില്ല. അന്തം കമ്മികളിൽ കുറച്ചെണ്ണം അകത്ത് കിടന്ന് രക്ഷിക്കണേ എന്ന് കൈകൂപ്പുന്നു. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, ബ്രിട്ടാസ് ഉൾപ്പെടെ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്ന ഒരു നേതാക്കളെയും മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. ജയിലിൽ കിടക്കുന്നവരുടെ മാതാപിതാക്കൾ നേതാക്കന്മാർക്ക് മുന്നിൽ മക്കളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ നേതാക്കന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതെല്ലാം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണത്രേ. എന്ത്? വീണ വിജയനെ ED ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പാർട്ടി പ്രവർത്തകരെ തെരുവിലേക്ക് ഇറക്കി വിട്ട് കലാപം ഉണ്ടാക്കുന്നതോ? ഇതാണോ പാർട്ടി പ്രവർത്തനം? ആ വീടുകളിലെ അവസ്ഥ പരിതാപകരമാണ്. അകത്ത് കിടക്കുന്നവന്മാർ ജോലിക്ക് പോയാലേ അടുപ്പ് പുകയൂ. കനലൊരു തരി എന്ന് വീമ്പിളക്കുന്നവന്മാർ ആ കുടുംബങ്ങളിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല. ആ കുടുംബങ്ങളിലേക്ക് ഒറ്റ നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. EDയുടെ ഭാഗത്ത് നിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. അവർക്ക് നേരെ നടന്ന ആക്രമണം വലിയ നാണക്കേടായിരിക്കുകയാണ് കേന്ദ്രത്തിന്. മാത്രമല്ല, ഡൽഹിയിലെ ED ഓഫീസിൽ നിന്ന് കൊച്ചി ED ഓഫീസിലേക്ക് പോയിരിക്കുന്ന നിർദ്ദേശം പിന്നിൽ ആരൊക്കെയാണെങ്കിലും എത്ര വമ്പന്മാരായാലും നടപടി എടുത്തിരിക്കണമെന്നാണ്. അതായത് ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണ്, അതിന് ആഹ്വാനം മുഴക്കിയവർ ആരൊക്കെയാണ്, അവരിലേക്കും അന്വേഷണം എത്തണമെന്ന്. നേതാക്കന്മാരിലേക്ക് അന്വേഷണം പോകണമെന്നാണ് ED വ്യക്തമാക്കുന്നത്. അതിന്റെ മുന്നോടിയാണ് ആക്രമണത്തിൽ പ്രവർത്തകർക്ക് മാത്രമല്ല നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ED ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരിലേക്കും അന്വേഷണം വേണമെന്ന EDയുടെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് അനുസരിച്ചേ മതിയാകൂ. ശിവൻകുട്ടിയും കൂട്ടരും ഉൾപ്പെടെ ഇപ്പോൾ കുടുങ്ങുമെന്നാണ് സൂചനകൾ. ഇപ്പോൾ അകത്ത് കിടക്കുന്നവന്മാരെ തൂക്കി തീഹാറിലിടുമെന്ന് വരെ കേൾക്കുന്നു. UAPA ചുമത്തപ്പെട്ടാൽ ഉറപ്പായും തീഹാർ തന്നെയാണ്. പിന്നെ ആയ കാലത്ത് ഇവരൊന്നും നിവർന്നു നിൽക്കില്ല, പുറം ലോകം കാണില്ല. ചുരുക്കി പറഞ്ഞാൽ വിജയന്റെ മോളെ രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം അണ്ണാക്കിൽ തന്നെ കമ്മികൾ മണ്ണുവാരിയിട്ടു. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്നത് തടയാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിൽ SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത്തരം കുറ്റങ്ങൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും വിദ്യാർത്ഥികൾക്ക് സമാനമായ പ്രവർത്തികൾ ചെയ്യാൻ ഉത്സാഹമുണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിജയ് വിമൽ സംഘർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഇയാൾ സംഘർഷ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകി. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സമയം അത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. നേരത്തെ അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഗൗരവമുള്ളതാണെന്ന നിരീക്ഷണത്തോടെ കേസിൽ ഉൾപ്പെട്ട എല്ലാ CPM പ്രവർത്തകരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആയുധം ഉപയോഗിച്ച് അടിച്ച് തകർത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾക്ക് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കോടതിയിൽ ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച വാഹനം പൊതുമുതലായാണ് നിയമത്തിൽ കണക്കാക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അതേസമയം അറസ്റ്റ് ചട്ടങ്ങൾ പാലിച്ചില്ല, ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ സമയം കൊണ്ട് തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടില്ല, സ്വകാര്യ വാഹനമായതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടില്ല എന്നിവയായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഒരെണ്ണത്തിന് ജാമ്യം കൊടുക്കാതെ കോടതി കടുപ്പിക്കുകയാണ്. നേതാക്കന്മാരെ വിളിച്ച് രക്ഷിക്കാൻ പറഞ്ഞിട്ടും ഇനി കാര്യമില്ല, അവരും കാല് വാരിയിരിക്കുകയാണ്. കേസ് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് വ്യക്തം. ഇനി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇപ്പോഴും പിണറായി വിജയനെ വേട്ടയാടാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തകർ ഇറങ്ങിയത് എന്ന് മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം അന്തം കമ്മികളുണ്ട്. അവർക്ക് ഈ പറയുന്നത് മനസ്സിലാകുമോ എന്നറിയില്ല. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ പറയുന്നത് കേട്ടിട്ടെങ്കിലും ബോധം വെക്കുമോ എന്നറിയില്ല. കാരണം ഇനിയും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED വിളിപ്പിക്കും.
അല്ലെങ്കിൽ ED വരാനും സാധ്യതയുണ്ട്. അപ്പോഴും ഈ പറയുന്ന കല്ലും കട്ടയും കമ്പും ഒക്കെ കൊണ്ട് അന്വേഷണ സംഘത്തെ ആക്രമിക്കാൻ ചെന്നാൽ വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തായിരിക്കും. ആയ കാലത്ത് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അതിനുള്ള വകുപ്പ് ഇപ്പോൾ ഉള്ളവന്മാർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് കിടക്കുന്നവന്മാരുടെ അവസ്ഥ കണ്ടല്ലോ. നേതാക്കന്മാർ പോലും തിരിഞ്ഞു നോക്കാതെ അകത്ത് കിടക്കുന്ന അവസ്ഥ അതെങ്കിലും കണ്ട് ബോധ്യപ്പെടുക. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടി കടക്കാം. പാർട്ടിക്ക് വേണ്ടി മരിക്കുമെന്ന് പറയുമ്പോൾ പാർട്ടി ആരാണ്? എന്താണ് പാർട്ടി? നേതാക്കളാണോ പാർട്ടി? അല്ല, ഒരു ഇരട്ടച്ചങ്കന്റെ മുഖമല്ല പാർട്ടിക്ക്. അതാദ്യം മനസ്സിലാക്കുക. ഇതിനൊരു മുഖമല്ല, ശക്തമായ ഒരു ആശയമാണുള്ളത്. അങ്ങനെയുള്ളപ്പോഴാണ് പാർട്ടിയിലെ ഒരു നേതാവ്. അങ്ങനെ മാത്രമേ പിണറായിയെ പറയാൻ കഴിയൂ. നേതാവായ പിണറായിയുടെ മകൾക്ക് വേണ്ടി കുറച്ചെണ്ണം ജയിലിൽ പോയി കിടക്കുന്നത്. പ്രത്യയശാസ്ത്രത്തെ നേരിട്ട് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് നേതാക്കളിലൂടെയാണ് അണികൾ പാർട്ടിയെ കാണുന്നത്. അപ്പോഴും ഒന്നോർക്കുക, നേതാക്കളല്ല, പ്രസ്ഥാനമാണ് വലുത്. അതിന്റെ ആശയങ്ങളും നിലപാടുകളും നേതാക്കൾ അടിയറവ് വെച്ചാൽ അത് ചോദ്യം ചെയ്യുക. ഇതിപ്പോൾ പിണറായിയാണ് പാർട്ടി എന്ന് വരുത്തി തീർത്തത് കൊണ്ടാണ് തായ്ക്കണ്ടിയിൽ കുടുംബക്കാർക്ക് വേണ്ടി പ്രവർത്തകർ ചാവേറുകളാകുന്നത്. പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് പ്രവർത്തകരും നേതാക്കളും മനസ്സിലാക്കണമായിരുന്നു. റെയ്ഡ് കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന പിണറായി പറഞ്ഞത് മകളിലൂടെ എന്നിലൂടെ പാർട്ടിയെ വേട്ടയാടുന്നു എന്നായിരുന്നു. പാർട്ടി ഒപ്പം നിന്ന് ചെറുക്കണമെന്നായിരുന്നു. ഈ ഡയലോഗ് അടിച്ച പിണറായി അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റെയ്ഡിന്റെ ഭാഗമായി ചോദ്യം ചെയ്തോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പിണറായി നൽകിയ മറുപടി, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചില്ല, വീണയുടെ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് ED വന്നത് വീണയെ ചോദ്യം ചെയ്യാൻ മാത്രമാണ്, പിണറായി വിജയനെ ചോദ്യം ചെയ്യാനല്ല. CMRLുമായുള്ള 2,78,00,000 രൂപയുടെ ഇടപാടിൽ എക്സാലോജിക് എന്ന ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ ചോദ്യം ചെയ്യാനും അവരുടെ വീട് റെയ്ഡ് ചെയ്യാനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയത്. ആ വീട്ടിൽ പിണറായി വിജയൻ എന്ന അവരുടെ പിതാവും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ED പിണറായിയെ വേട്ടയാടി എന്ന് പിണറായി വിജയൻ ആദ്യം പറഞ്ഞത്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ED റെയ്ഡ് കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പിണറായി പാർട്ടിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആക്രമണത്തിന് ആഹ്വാനമിട്ടു. പ്രവർത്തകരെ പോലീസ് തൂക്കി അകത്തിട്ടതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിണറായി പറഞ്ഞത് ED മകളെയാണ് ചോദ്യം ചെയ്തതെന്ന്. പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്തു. അപ്പോൾ തലസ്ഥാനത്തെ ഒരു സീനിയർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ 25 സഖാക്കൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്തിനാണ്? വീണയെ സംരക്ഷിക്കാനാണോ അവർ ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായി ആ വീടിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയത്? റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കല്ലും കട്ടയുമായി കാത്തു നിന്നത്? അവർ പുറത്തേക്ക് വന്നപ്പോൾ കാറിന്റെ ചില്ലുകൾ ഇടിച്ചും കുത്തിയും തകർത്തത്? ഇതാണ് സ്വാഭാവികമായും ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതായത് പാർട്ടിക്കാരി പോലും അല്ലാത്ത, പാർട്ടിയിൽ ഒരു അംഗത്വം പോലും ഇല്ലാത്ത വീണ വിജയന് വേണ്ടിയിട്ടാണോ ഈ പൊട്ടന്മാരെല്ലാവരും കൂടി ഇപ്പോൾ അകത്തു പോയി കിടക്കുന്നത്? അതാണ് നിസ്സാരമായി ചോദിക്കാനുള്ളത്. നല്ല വെടിപ്പായി വട്ടത്തിലും നീളത്തിലും പ്രവർത്തകരെ പിണറായി പറ്റിച്ചു, വഞ്ചിച്ചു. പ്രവർത്തകർ തല്ലുകൊണ്ടത് വീണയ്ക്ക് വേണ്ടിയാണെന്ന് പിണറായിക്കും സമ്മതിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, അപ്പോൾ വീണയാണോ പാർട്ടി? അല്ല, പിണറായി തന്നെയാണ് പാർട്ടി. വീടിനകത്ത് പിണറായിയെയും ഭാര്യ കമലയെയും ചോദ്യമുനയിൽ നിർത്തി ED ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എന്ന പ്രതീതി സൃഷ്ടിച്ച നേതാക്കൾ തന്നെയാണ് പാർട്ടി. ആ പാർട്ടിയുടെ ആഹ്വാനവും നിർദ്ദേശവും ശിരസാ വഹിച്ചു മാത്രം ശീലിച്ച സഖാക്കൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അവർ ഇറങ്ങുന്നു, തെരുവിൽ സംഘടിക്കുന്നു, ED വാഹനം തടയുന്നു, ആക്രമിക്കുന്നു, ജയിലിലാകുന്നു, ജാമ്യം നിഷേധിക്കപ്പെട്ട് അകത്ത് തന്നെ കിടക്കുന്നു. ഇതാണ് മൊത്തത്തിൽ സംഭവിച്ചത്. പാർട്ടിയോട് കൂറും പ്രവർത്തകരോട് കരുതലും ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു പിണറായി എങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? പാർട്ടി നേതൃത്വത്തോടും അണികളോടും പറയാമായിരുന്നു, ഇതെന്റെ മകളുടെ ബിസിനസ് കേസാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്, അത് അവർ കൈകാര്യം ചെയ്യും. കേസ് തന്നിലേക്ക് നീണ്ടാലും പാർട്ടി അത് ഏറ്റെടുക്കേണ്ടതില്ല. ഇതിൽ നിന്ന് എതിരാളികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം മകൾക്കും എനിക്കുമാണ്. ഇത് പറയാനുള്ള ധാർമ്മിക ബോധം പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന സഖാവ് കാണിക്കണമായിരുന്നു. പക്ഷെ കാണിച്ചോ? ഇല്ല. വീടിന് പുറത്തു വന്ന് പ്രതിഷേധം നടത്തുന്ന അണികളെ നോക്കി വിപ്ലവ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഖാക്കളെ എന്ന പോലെ അഭിവാദ്യം ചെയ്യുന്നു. രക്തത്തിലൂടെ വിപ്ലവം അരിച്ചു കയറിയ മണ്ടന്മാർ തങ്ങളുടെ നേതാവിനെ വേട്ടയാടുന്നേ എന്നും പറഞ്ഞുകൊണ്ട് EDയെ കൈവച്ചു. പിണറായി വിജയനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്,
മകൾ ചെയ്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടത് 25 സഖാക്കളാണോ? തന്നെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ അണികളെ തെരുവിലിറക്കുന്നത് ഊച്ചാളിത്തരമല്ലേ സഖാവേ? ഇനി ED കേരള CPM-നെ ശരിക്കും വേട്ടയാടാൻ പണിയെടുത്തത് ഈ കേസിലാണോ? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അല്ല, മാസപ്പടി കേസിലല്ല, അത് കിഫ്ബി കേസിലാണ്. മസാല ബോണ്ട് കേസ്. റിസർവ് ബാങ്കിന്റെ വ്യക്തമായ അനുമതിയോടെ പ്രവർത്തിച്ചിട്ടും ചട്ടവിരുദ്ധമായിട്ടാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ടുകൾ ഇറക്കി കടം വാങ്ങിയതെന്നാരോപിച്ച് ED ഫയൽ ചെയ്ത കേസ്. അതിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയായിരുന്നു മുഖ്യമായും EDയുടെ നീക്കം. അതിനൊരു കാരണമുണ്ട്. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നിരന്തരം പോരിലായിരുന്നു ആ കാലഘട്ടത്തിൽ തോമസ് ഐസക്ക്. നിർമ്മല സീതാരാമനുമായിട്ടും അമിത്ഷായുമായിട്ടൊക്കെ വലിയ രീതിയിലാണ് തോമസ് ഐസക്ക് കൊമ്പ് കോർത്തത്. 7 തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തോമസ് ഐസക്ക് കേസിനെതിരെ ചെറുത്തു നിന്നു. എവിടെ പോയി അപ്പോൾ പാർട്ടി? എവിടെ പോയി ഈ പറഞ്ഞ അണികൾ? അന്ന് വിപ്ലവം തുളുമ്പി നിൽക്കുന്ന ഒരുത്തനെയും തെരുവിൽ കണ്ടില്ല. അത് പിന്നെ തോമസ് ഐസക് ആണല്ലോ. ഇവിടെ പിണറായി. കമ്മികൾ നോക്കുമ്പോൾ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇങ്ങനെ മുഖം നോക്കി വിപ്ലവം വരുന്നത് പ്രസ്ഥാനത്തോടുള്ള കൂറല്ല, മറിച്ച് പിണറായിയെ എന്തോ ഒരു ദൈവത്തെ പോലെ അന്തം കമ്മികൾ കണ്ടിട്ടാണ്. അവർക്ക് അങ്ങനെ തോന്നിയിട്ടാണ്. കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇപ്പോൾ 2 കാറ്റഗറിയാണ്, അന്തവും ശരിക്കുള്ളതും. അന്തം കമ്മികളെ നമുക്ക് പിണറായിസ്റ്റുകളെന്നും നല്ലതിനെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകളെന്നും വിളിക്കാം. ഒരു പാർട്ടിയുടെ പതനം നോക്കണേ. പാതാള കുഴിയിലേക്കാണ് ഒരു കുടുംബം ഈ പാർട്ടിയെ തള്ളിക്കൊണ്ടിട്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ വീണ്ടും നിങ്ങൾ പാതാള കുഴിയിലേക്ക് ചവിട്ടി അതിന്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് ഒരു റീത്തും കൂടെ വെക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി, അതിന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ എവിടെയും ചർച്ചയില്ല. ഇതിനു മുൻപ് വരെ, അതായത് ED റെയ്ഡിന് വരുന്നതിന് മുൻപ് വരെ പിണറായിയെ മാറ്റണം, പുറത്തേക്ക് ചവിട്ടിയെറിയണം, ഇനി നേതൃനിരയിൽ ഇരിക്കേണ്ട, പിണറായി മാറണം എന്നൊക്കെയുള്ള വലിയ മുറവിളികളായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ? ആ ചർച്ചകളൊന്നും കാണാനില്ല. പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. പിണറായി വിജയനെ മാറ്റി നിർത്തണമെന്ന് വാദിക്കുന്നവരുടെ പോലും വായടപ്പിക്കുകയാണ് ഒരു കൂട്ടർ. പിണറായി ദൈവമാണല്ലോ, പാർട്ടിയുടെ ദൈവം. എന്ത് ഊച്ചാളിത്തരമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും പാർട്ടിയെ അടപടലം തേച്ചൊട്ടിച്ചത് ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ചേർന്നാണ്. അതിൽ ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. ഈ പറയുന്ന വാക്കിൽ നിന്ന് അണുവിട മാറുന്നതുമില്ല. ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും തൊലച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഇതിന്റെ നെടും തൂണായിട്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടോ കാണിച്ചു കൂട്ടുന്നത് കുടുംബത്തിന്റെ കൊള്ളരുതായ്മകൾക്ക് അവരനുഭവിക്കേണ്ടതിന് പാർട്ടിക്കാരെ കൂടി അതിലേക്ക് വലിച്ചിടുന്നു. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പൊട്ടന്മാരെ, നിങ്ങൾ ഈ പാർട്ടിക്ക് റീത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ പ്രസ്ഥാനത്തെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് തിരിച്ചു വരാനാകാത്ത വിധം ഇതിനെ നാമാവശേഷമാക്കുകയാണ്, കീറി മുറിക്കുകയാണ്. ഇപ്പോഴും ഒരു കുടുംബത്തിന് വേണ്ടി ഈ പാർട്ടിയെ ഇങ്ങനെയിട്ട് ചവിട്ടി മെതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.